ഹലോ ഗേസ്, അപ്പോൾ ഈ ചപ്പാത്തിക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് കറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ചൂട് ചീഞ്ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായി പൊട്ടിയ ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവുള്ള ടൈപ്പ് ആയതുകൊണ്ട് കേട്ടോ 2 ഇട്ട് കൊടുത്ത്. നമ്മൾ ഇനി മസാലകൾ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് വരാം കേട്ടോ, അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പറഞ്ഞാൽ നന്നായി വഴന്ന് വരുമല്ലോ അല്ലേ, പെട്ടെന്ന് വഴന്ന് വരാൻ എളുപ്പമാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് പറഞ്ഞാൽ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ സവാള നന്നായി വഴന്ന് വന്നു പറഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഗ്രേവിയും ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സവാള എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നൈസായി അരിഞ്ഞതായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതിൻ്റെ മസാലകൾ ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മസാലകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ എരിവിനനുസരിച്ച് ഞാൻ 1 സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1 സ്പൂണിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നാണ് കേട്ടോ കണക്ക് വരിക. അതായത് മുളക് പൊടിൻ്റെ ഇരട്ടിയായിരിക്കും മല്ലിപ്പൊടി എപ്പോഴും കറികൾക്ക് ഇടുക. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും ഏകദേശം 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ, അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. മസാലകളെല്ലാം കൂടി ഒന്ന് നന്നായി സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാലേൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വരാം. മസാലകളൊക്കെ സെറ്റാവട്ടെ അല്ലേ. ഇനി നമുക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ചിക്കൻ മസാലയും ഏകദേശം ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ മസാലകൾ തീർന്നു കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി ഒരു ഗ്രേവി ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നൈസായി അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചതുരത്തിൽ അരിഞ്ഞതായിരുന്നു. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഈ ടൈമിൽ നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ്റെ എല്ലായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഉപ്പുമുളക് തിരുമ്പി വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അത് വെന്തോട്ടെ. അപ്പോൾ ഇടയിൽ കൂടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതെ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് ചിക്കനായിട്ടുള്ള ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് 25 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് കറി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് കറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണേ.